എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ, ഒരു യാത്ര വരുന്നുണ്ട്. ചില്ലറ യാത്രയൊന്നുമല്ല, കേരളത്തെ ആകെ മാറ്റിമറിക്കുന്ന ഒരു ഭയങ്കര യാത്ര. വി.ഡി. സതീശൻ്റെ പുതുയുഗ യാത്ര. കഴിഞ്ഞ 10 വർഷമായി കേരളത്തിൽ LDF സർക്കാർ ചെയ്തതൊക്കെ തകർത്ത് 10 വർഷം മുമ്പത്തെ UDFൻ്റെ ഭരണകാലയളവിലേക്ക് കേരളത്തെ കൂട്ടിക്കൊണ്ടുപോകാനുള്ള ഒരു ഭയങ്കര യാത്ര. എന്നാൽ ഈ യാത്ര വരുന്നതിന് മുമ്പ് 10 വർഷം മുമ്പത്തെ കേരളത്തിൽ UDFൻ്റെ യുഗത്തിൽ ഈ കേരളം എങ്ങനെയായിരുന്നു എന്ന് കാണാനുള്ള ചില ദൃശ്യങ്ങളും ചിത്രങ്ങളും ഒക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഉച്ചഭക്ഷണം തയ്യാറാക്കാനായി മെഡിക്കൽ കോളേജ് ക്യാമ്പസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ജീവനക്കാർ പുതിയ ചാക്ക് പൊട്ടിച്ചപ്പോഴാണ് ചത്ത എലിയെ കണ്ടത്. ചത്ത് ദിവസങ്ങൾ കഴിഞ്ഞതിനാൽ സ്റ്റഫ് ചെയ്ത പരുവത്തിലായിരുന്നു എലി. എലി മാത്രമല്ല, ബീഡിക്കുറ്റിയും കല്ലും ഉൾപ്പെടെ പൂത്ത് പഴകിയ അരിയാണ് സിവിൽ സപ്ലൈസ് വകുപ്പ് വഴി പൂവാട്ടുപറമ്പ് മാവേലി സ്റ്റോറിൽ നിന്നും സ്കൂളിലേക്ക് എത്തിച്ചത്. തീർന്നില്ല. ജന്മനാ വൈകല്യമുള്ളവർ, മണിക്കൂർ ഇടവിട്ട് മരുന്ന് കഴിക്കേണ്ടവർ, വാർദ്ധക്യത്തിലും ചികിത്സ നിഷേധിച്ചവർ, ഇങ്ങനെ നിരവധി പേരാണ് മുഖ്യമന്ത്രിയുടെ കനിവ് കാത്ത് വെയിലത്ത് തളർന്നു കിടന്നത്. സാമ്പത്തിക പ്രതിസന്ധി മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടിക്ക് തിരിച്ചടിയാകുന്നു. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ജനങ്ങൾ പങ്കെടുത്ത കൊല്ലത്തെ ജനസമ്പർക്ക പരിപാടിയിൽ ചികിത്സാ സഹായത്തിനായി അപേക്ഷ നൽകിയ 5000-ൽ ഏറെ രോഗികൾക്ക് സാമ്പത്തിക സഹായം കിട്ടിയില്ല. +2 അനുവദിക്കുന്നതിന് കോഴ ആവശ്യപ്പെട്ടെന്ന പരാതിയുമായി മലപ്പുറത്തെ സ്കൂൾ മാനേജ്മെന്റ് രംഗത്ത്. കൊണ്ടോട്ടി പുളിക്കൽ AMMHS സ്കൂൾ മാനേജ്മെന്റാണ് പ്രാദേശിക ലീഗ് നേതൃത്വം കോഴ ആവശ്യപ്പെട്ടെന്ന ആരോപണം ഉയർത്തിയിരിക്കുന്നത്. പ്രാദേശിക നേതാക്കൾ സ്കൂൾ മാനേജറോട് 60 ലക്ഷം രൂപ ആവശ്യപ്പെട്ടെന്ന് മാനേജ്മെന്റ് പ്രസിഡന്റ് മുഹമ്മദ് അലി ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. സർവത്ര കുളമായ റോഡുകൾ കേരളത്തിലെ സ്ഥിതി അറിയാമല്ലോ. ഞാനൊക്കെ നമ്മുടെ ജനപ്രതികളാ. നമ്മുടെ മണ്ഡലത്തിലെ PWD റോഡുകളുടെയും വില്ലേജ് റോഡുകളുടെയും സ്ഥിതി ജനങ്ങൾ നമ്മുടെ അടുത്തേക്ക് വന്ന് ചോദിക്കുമ്പോൾ നമുക്ക് PWD ഇനി ഒന്നും നന്നാക്കേണ്ടെന്ന് ധനവകുപ്പ് പറഞ്ഞെന്നാണ് കേൾക്കുന്നത്. സ്കൂൾ കുട്ടികൾക്ക് എലിചത്ത് കിടന്ന അരി കൊണ്ട് കഞ്ഞി വെച്ചു കൊടുത്ത കാലം, കിടപ്പ് രോഗികൾ ധനസഹായത്തിനായി വെയിലത്തു മണിക്കൂറുകളോളം മുഖ്യമന്ത്രിയെ കാത്തുകിടന്ന കാലം, എന്നിട്ടും അവരുടെ അപേക്ഷകൾ നിഷ്കരുണം തള്ളിയ കാലം, അടിമുടി അഴിമതിയായി മാറിയെന്ന് സാക്ഷാൽ AK ആന്റണി തന്നെ കുറ്റപ്പെടുത്തിയ കാലം, പവർ കട്ടും ട്രഷറി പൂട്ടലും കൊണ്ട് പൊതുജനം നട്ടം തിരിഞ്ഞ കാലം, റോഡുകൾ തോടുകളായി മാറിയെന്ന് സാക്ഷാൽ TN പ്രതാപൻ തന്നെ സാക്ഷ്യം പറഞ്ഞ കാലം. അങ്ങനൊരു കാലത്തിലേക്ക് ഇനി ഈ കേരളത്തിന് തിരിച്ചു പോകണോ? ആ കാലത്തേക്ക് കേരളത്തെ തിരിച്ചു കൊണ്ടുപോകാനുള്ള വി.ഡി. സതീശൻ്റെ പുതുയുഗ യാത്രയെ ചൂലെടുത്തു സ്വീകരിക്കണോ അതോ കോലെടുത്തു സ്വീകരിക്കണോ എന്ന് എല്ലാവരും ഒന്ന് ആലോചിക്കുക.